വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. അപ്പോൾ ഡിസ്റ്റൻസ് വിഭാഗം ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിരവധി സംശയങ്ങളാണ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതുകൊണ്ട് നിലവിൽ ഡി.എഡ് കോഴ്സും അതേപോലെ തന്നെ നിലവിൽ സർവീസിലിരിക്കുന്ന ടീച്ചിങ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഡിസ്റ്റൻസ് ബി.എഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ, ജോബ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നേരത്തെ ഡിസ്റ്റൻസ് ബി.എഡുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്റ്റൻസ് വിഭാഗം പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ തൊട്ട് മുമ്പ് ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും പല ഉദ്യോഗാർത്ഥികളും സംശയം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്റ്റൻസ് ബി.എഡ് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ഫെബ്രുവരി 27 വരെയാണ്. അപ്പോൾ നിലവിൽ ഫെബ്രുവരി 27 വരെ, അതായത് ഈ മാസം 27-ാം തീയതി വരെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇഗ്നോയുടെ ബി.എഡിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇഗ്നോ ബി.എഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ബി.എഡ് സാധാരണ രീതിയിൽ നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സായിരിക്കും. ആ കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിലവിൽ ഡി.എഡ്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം 2 വർഷത്തെ ടീച്ചിങ്, അത് റെഗുലറായിട്ടുള്ളൊരു ടീച്ചിങ് കോഴ്സ് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും റെഗുലറായിട്ടുള്ള ബി.എഡിൻ്റെ അതേ രീതിയിൽ ബി.എഡിൻ്റെ തൊട്ട് മുന്നോടിയായിട്ടുള്ള റെഗുലറായിട്ടുള്ള ഒരു ടീച്ചിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം അത് ഡി.എഡ് അല്ലെങ്കിൽ ടി.ടി.സി അല്ലെങ്കിൽ ഡി.എഡ് എന്ന് വിളിച്ച ആ ഒരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ നിലവിൽ ഇഗ്നോയുടെ ബി.എഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് ഒന്ന് ഡി.എൽ.എഡ് അഥവാ ടി.ടി.സി, അതേപോലെ തന്നെ ഡിഗ്രി യോഗ്യത. ഓക്കെ, ഇപ്പം നിലവിൽ ജസ്റ്റ് 50% മാർക്കോടുകൂടെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള അത് ഡിഗ്രി ഹോൾഡേഴ്സാണ്, അവർക്ക് 55% മാർക്കോടുകൂടിയുള്ള ഡിഗ്രി ബിരുദമാണ് ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഒന്നാമതായിട്ട് ഡി.എൽ.എഡ് അതേപോലെ തന്നെ ഡിഗ്രി, ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇഗ്നോയുടെ ഡിസ്റ്റൻസ് ബി.എഡിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ഇഗ്നോയുടെ അപേക്ഷ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി തന്നെ കൊടുക്കുവാൻ സാധിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, തൊട്ട് മുമ്പുള്ള ജസ്റ്റ് 1-2 മുമ്പുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ ഇഗ്നോ എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എളുപ്പം നിങ്ങൾ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം മാത്രമാണുള്ളൂ. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ ഫീസ് 1000 ആണ്. ഇനി എന്താണ് PSC എന്ന് പലരും ചോദിച്ചിരുന്നു. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഓരോ റീജിയനിൽ നമുക്ക് ഓരോ റീജിയൻ അടിസ്ഥാനത്തിൽ നമുക്ക് 50 സീറ്റുകളാണ് നമുക്കത് ജസ്റ്റ് സെൻറ്ററായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അത്തരത്തിൽ സെൻറ്ററുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പ്രധാനമായിട്ടും നിലവിൽ 3 സെൻറ്ററുകളാണുള്ളത്. അതായത് ട്രിവാൻഡ്രം, അതേപോലെ തന്നെ കൊച്ചി, അതേപോലെ വടകര, കോഴിക്കോട് ജില്ലക്കാരാണ് വടകര. അപ്പോൾ ഓരോ സെൻറ്ററിലുമായിട്ട് ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 150ഓളം സീറ്റുകളാണ് കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഗ്നോയുടെ ഒരു എൻട്രൻസ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. കാരണം പലപ്പോഴും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷത്തെ ഇഗ്നോ പരീക്ഷ എഴുതിയപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസൊക്കെ പലരും ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇഗ്നോ നമുക്ക് ഒരു സെൻറ്ററിലാണ് നിങ്ങൾക്ക് ഒരു റീജിയൻ സെൻറ്ററാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന റീജിയൻ സെൻറ്ററിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ സെൻറ്ററിലും 50 സീറ്റിലേക്കാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു 50 സീറ്റിലേക്ക് പരീക്ഷ എഴുതുമ്പോൾ ഏകദേശം 100 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. ഏകദേശം പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ മാർച്ചിൽ തന്നെ വരും. അതേപോലെ തന്നെ മാർച്ചിൽ തന്നെയാണ് ഇതിൻ്റെ എൻട്രൻസ് എക്സാം പരീക്ഷ സാധാരണ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന 100 മാർക്കിൻ്റെ ഒരു പരീക്ഷ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു പരിശീലനം, പ്രാക്ടീസ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇഗ്നോയുടെ ബി.എഡ് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇഗ്നോ ഡിസ്റ്റൻസ് ബി.എഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് അംഗീകാരം ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇഗ്നോ ഡിസ്റ്റൻസ് ആണെങ്കിലും ഇതൊരു സെൻട്രൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇഗ്നോയുടെ ബി.എഡിന് എല്ലാ മേഖലകളിലും, ഗവൺമെൻറ് ആയാലും മറ്റ് പ്രൈവറ്റ് മേഖലയായാലും, അത് കേരളത്തിലെ PSC ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഏത് മേഖലയിൽ ടീച്ചിങ് വേക്കൻസികളും ഇഗ്നോ ബി.എഡ് അത് എലിജിബിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല 2 വർഷത്തെ ബി.എഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റെഗുലർ സിസ്റ്റത്തിൽ അതേ പ്രൊസീജിയർ തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും അത് റെഗുലറായിട്ട് അംഗീകരിച്ച ഒരു ബി.എഡിന് തുല്യമായിട്ടുള്ളൊരു കോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പരീക്ഷ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം. അതായത് നിലവിൽ അപേക്ഷ കൊടുത്തവരും എനിക്ക് കൊടുക്കാൻ, ബാക്കിയുള്ളവർ ഉടനെ കൊടുക്കുക. അപ്പോൾ 100 മാർക്കിനാണ് പരീക്ഷ ഉണ്ടാവുക. 2 മണിക്കൂറായിരിക്കും പരീക്ഷ സമയം. അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, റീസണിങ് സ്കില്ല് നമ്മൾ സാധാരണ PSC അല്ലെങ്കിൽ UPSC മേഖലയിലൊക്കെ പ്രിപ്പറേഷൻ, SSC മേഖലയ്ക്ക് പ്രിപ്പറേഷൻ നടത്തുന്ന ഉദ്യോഗത്തിൽ അവർക്ക് വളരെ എളുപ്പമായിരിക്കും 20 മാർക്ക് റീസണിങ്ങും. അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ജനറൽ അവയർനെസ്. അപ്പോൾ ആസ് എ ടീച്ചർ എന്ന രീതിയിൽ ബി.എഡ് മേഖലയിലോട്ട് വരുമ്പോൾ ജസ്റ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആൻഡ് ജനറൽ അവയർനെസ് ഏകദേശം 25 മാർക്ക് ക്വസ്റ്റൻ വരും. അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മാത്രം 25, അതിൽ മറ്റ് വിഷയാധിഷ്ഠിത ചോദ്യങ്ങൾ 20 മാർക്ക്. ഓക്കെ, ഇത്രയും കാറ്റഗറിയാണ് ഈ 100 മാർക്കിൽ വരുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉദ്യോഗാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇനി പലർക്കും സംശയമുണ്ട്, എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുമെന്നത്. എക്സ്പീരിയൻസ് ഇല്ല എങ്കിലും DELEDും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് യാതൊരു പ്രശ്നവുമില്ല. ഇഗ്നോ ബി.എഡ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് സർവീസിലുള്ളവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇഗ്നോ ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിലവിൽ LP UP പഠിപ്പിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും നമുക്കറിയാം TTC കോഴ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ ഹൈസ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലോട്ട് പ്രൊമോഷൻ കിട്ടി പോകണമെങ്കിൽ നിർബന്ധമായവർക്ക് B.ED വേണം. B.ED എടുക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് എടുക്കുകയാണ്. അത് ലീവ് എടുത്തുകൊണ്ട് അത് വിത്തൗട്ട് അലവൻസ് അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യേണ്ടി വരും. എന്നാൽ ഇഗ്നോ നമുക്ക് സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ സർവീസിൽ ബാധിക്കാതെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ സർവീസിലിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗോൾഡൻ ചാൻസ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾ പരീക്ഷക്കാരനെ ഒരുപാട് പേര് പല മേഖലയിൽ നിന്നും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫെബ്രുവരി 26-നുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ നമ്മൾ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് ഇഗ്നോ BED.edu എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള. ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ പാസ്വേഡ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നോർമലി ഏകദേശം ഒരു 70-80% മാർക്കുള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ടും ചാൻസ് ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ മാർക്കുള്ളവർക്ക് ജസ്റ്റ് നിങ്ങളെ കൗൺസിലിങ്ങിന് വിളിക്കും. അതായത് കൗൺസിലിംഗ് മീൻസ് നിങ്ങളെ ജസ്റ്റ് നിങ്ങളെ ഇൻ്റർവ്യൂ, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പരിശോധിക്കും. അതുപോലെ കട്ട് ഓഫ് നിശ്ചയിക്കുക. സ്വാഭാവികമായിട്ട് ജസ്റ്റ് ഒരു DELEDും അതേപോലെ തന്നെ ഡിഗ്രിയുമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് ഒരേ മാർക്കിൽ ഒരുപാട് ക്യാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കൗൺസിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉൾപ്പെടെയുള്ള കാര്യം, ഇപ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ്, എത്ര വർഷമാണ് സർവീസ് ഉള്ളത്, അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ പരമാവധി ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, മാക്സിമം നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ പരിശീലനം തുടരുക. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഈ പറയുന്ന ഡിസ്റ്റൻസ് B.ED ചെയ്യാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അപേക്ഷ നിലവിൽ 2026 ഏകദേശം മെയ് ജൂൺ സമയത്ത് നോട്ടിഫിക്കേഷൻ വിളിക്കും. പിന്നെ അതേപോലെ തന്നെ ഇനിയും ലേറ്റ് അഡ്മിഷനൊക്കെ B.ED ചെയ്യാനുള്ള സാധിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഇപ്പോഴുമുണ്ട്. അതായത് 2025-27 ബാച്ചിൽ ഇപ്പോഴും ലേറ്റ് അഡ്മിഷൻ ചെയ്യാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ റെഗുലറായിട്ടുള്ള B.ED അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപോലെ ഡിസ്റ്റൻസ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കൊടുത്ത പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് അയക്കുക. ജസ്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ കോളല്ല, ജസ്റ്റ് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്ലൈ പരമാവധി നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. B.EDുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്റ്റൻസ് B.EDുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് അഡ്മിഷനും മറ്റുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിലവിൽ ഇത്രയും കാര്യങ്ങൾ B.ED അഡ്മിഷനുമായി ബന്ധപ്പെട്ടത്. അതേപോലെ മറ്റൊരു കാര്യം, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പല ആൾക്കാരും അതായത് ശ്രദ്ധിക്കേണ്ട എല്ലാ സബ്ജക്റ്റുകൾക്കും B.ED ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംസ്കൃതം, അതേപോലെ തന്നെ അറബിക്ക്, മലയാളം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാളം, അറബിക്, സംസ്കൃതം ഇത്തരത്തിലുള്ള ലാംഗ്വേജിൽ ഇഗ്നോ B.ED അല്ല. മറ്റു എല്ലാ കൊമേഴ്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന അറബിക്ക് അതേപോലെ തന്നെ മലയാളം, സംസ്കൃതം പോലുള്ള ഭാഷകളിൽ B.ED നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇക്കാര്യം കൂടി ജസ്റ്റ് ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.